ഒരു ബ്രാൻഡ് ഇപ്പോൾ വന്നിട്ട് പറയുകയാണ് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നല്ല റീച്ച് കിട്ടണം, അല്ലെങ്കിൽ പൊസിഷനിങ് കിട്ടണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയുകയാണ് വന്നിട്ട്. അപ്പോൾ ആ ബ്രാൻഡിനെ എടുക്കുന്നതിന് മുമ്പ്, ഓൺ ബോർഡ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും? ഫസ്റ്റ് ഇവർ നന്നായിട്ട് ബ്രാൻഡിങ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. അതായത് ഇവർക്കൊരു വിഷൻ ഉണ്ടോ ഈ ബ്രാൻഡിന്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് ഹാരിസ് ആൻഡ് കോൾ എന്തിനാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഹാരിസ് ആൻഡ് കോൾ എന്തുകൊണ്ട് സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നു. ഹാരിസിന് ഓൾറെഡി ഒരു വിഷൻ ഉണ്ടായിരുന്നു അവിടെ. അപ്പം നമ്മൾ ഇതേപോലെ ഇപ്പം നമുക്കൊരു ബ്രാൻഡിനെ നമുക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഹാരിസിന് ഒരു വിഷനും എനിക്ക് ഇവിടെ കേരളത്തിൽ മാത്രം നിന്നാൽ മതി എന്നാണെന്നുണ്ടെങ്കിൽ എവിടെ കേരളത്തിൽ മാത്രം അപ്പം എന്റെ സ്വപ്നം അവിടെ ചുരുങ്ങി പോകും. വേറെ പല ഏജൻസികളും പല ഏജൻസി ഉണ്ട്. അപ്പൊ എനിക്ക് എന്താ സാങ്കോ അല്ലെങ്കിൽ വേറെ ഏജൻസി അങ്ങനെ പോവാം. പക്ഷെ ഹി വോണ്ട് ടു ബി ഗ്ലോബൽ. ഞങ്ങൾക്ക് തരുന്ന റെഫറൻസ് കാര്യങ്ങളൊക്കെ ഗ്ലോബൽ. അപ്പൊ അങ്ങനെ ഒരു ഫീഡിങ് ഉണ്ട്. അതേപോലെ ഇപ്പൊ ആ വരുന്ന ബ്രാൻഡും ദേ വോണ്ട് ടു ബി ബിഗർ അല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അവരുടെ വിഷൻ എന്താണ്. ഇനിയിപ്പോ കേരളത്തിൽ മാത്രം നിൽക്കുന്ന ആണെങ്കിൽ പോലും ദേ നീഡ് എ വിഷൻ. നമ്മളിപ്പം ഒരു ഇത് പറയും ലൈക്ക് വൈ വാട്ട് ഹൗ എന്ന് ഒരു ബ്രാൻഡിന്റെ, ആ ബ്രാൻഡിന്റെ വൈ എപ്പോഴും ഗുഡ് ആയിരിക്കണം. അതിന് ആ വൈ പേർപ്പസ് ഗുഡ് അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ ബ്രാൻഡ് രക്ഷപ്പെടൂല. ഓക്കെ, അപ്പം നമ്മളെപ്പോഴും സെല്ല് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് വാട്ട് എന്ന് പറയുന്നത് ആ പ്രൊഡക്റ്റ് ആണ്. ഹൗ എന്ന് പറയുന്നത് നിങ്ങൾ അതിനെ എങ്ങനെ സെല്ല് ചെയ്യുന്നു. വൈ എന്ന് പറയുന്നത് എന്തിന് ഈ പ്രൊഡക്റ്റിനെ നിങ്ങൾ സെല്ല് ചെയ്യണം, അല്ലെങ്കിൽ കസ്റ്റമർ എന്തിനാ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കണം എന്നുള്ളതാണ്. ആ പോയിന്റാണ് നമ്മൾ സെല്ല് ചെയ്യേണ്ടത്. ആ സെല്ലിംഗ് പോയിന്റ് ആ ബ്രാൻഡിന് അതിനില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഫൗണ്ടിങ് പേഴ്സൺ അത് അറിയില്ല, എൻ്റെ ബ്രാൻഡിന്റെ വൈ എന്താന്ന് എനിക്ക് അറിയില്ല, അയാൾക്ക് അത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐ വോണ്ട് ടേക്ക് ഇറ്റ്